അശാന്തമായ 2 പകലുകൾക്ക് ശേഷവും കശ്മീരിന്റെ ആശങ്ക അവസാനിക്കുന്നില്ല. സ്വസ്ഥമായി ഉറങ്ങിയിരുന്ന രാത്രികൾ എപ്പോൾ തിരികെ ലഭിക്കുമെന്നും അറിയില്ല. ടൂറിസത്തിലൂടെ തിരികെ പിടിച്ച ജീവിതവും ജീവനും ഇനി എന്ന് പഴയ പോലെ ആകുമെന്നും ഉറപ്പില്ല. വിനോദസഞ്ചാര സീസൺ ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ നടത്തിയ ഭീകരാക്രമണം കശ്മീരികളുടെ സ്വസ്ഥത തകർക്കാനുള്ളതാണെന്നും അവർ തിരിച്ചറിയുകയാണ്. അശാന്തിയുടെ രാത്രികളിൽ കശ്മീരിന്റെ രാത്രി ജീവിതം എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. കശ്മീരിലെ ദാൽ തടാകക്കരയിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ശരത് ലാൽ ഞങ്ങളുടെ പ്രതിനിധി നമുക്കൊപ്പം ചേരുകയാണ്. ഗ്രൗണ്ട് സീറോയിൽ നിന്ന്, കശ്മീരിൽ നിന്ന്. ശരത് ലാൽ, സഞ്ചാരികളുടെ വലിയ ഒഴുക്കുണ്ടാകേണ്ട ഒരു സമയമാണ്. നല്ല കാലാവസ്ഥയാണ്, തണുപ്പ് കുറഞ്ഞ സമയമാണ്. പ്രത്യേകിച്ച് ഈ ദാൽ തടാകക്കരയിലെല്ലാം തന്നെ നിരവധി ആളുകൾ വരുന്നു. അവിടെ രാത്രി മുഴുവൻ ചെലവഴിക്കാൻ നിരവധി ആളുകൾ രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും വരുന്ന ഒരു സമയത്താണ് ഈ ഭീകരാക്രമണം ഉണ്ടായത്. ഇപ്പോൾ അവിടെ സാഹചര്യം എന്താണ്? ശ്രീനഗർ ഏത് വിധത്തിലാണ്? ബിനിലിനെ കേൾക്കാൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ ശ്രീനഗർ മരവിച്ചു തന്നെയാണ്. ഇപ്പോൾ തന്നെ നോക്കാം, നമുക്ക് സിൽക്കാരകൾ ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. സിൽക്കാരകളെ സംബന്ധിച്ചിടത്തോളം അറിയാലോ, ദൽ തടാകത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആകർഷണമാണ്. ഒട്ടതിരിഞ്ഞ സിൽക്കാരകൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. തൊട്ടപ്പുറത്തുള്ള ഹൗസ് ബോട്ടുകളുണ്ട്. സഞ്ചാരികൾ കുത്തി നിറഞ്ഞു നിൽക്കേണ്ട സമയം, അതായത് 10,000, 20,000, 1,00,000 വരെ ഉള്ള ഹൗസ് ബോട്ടുകൾ നമുക്ക് ഇവിടെ കാണാം. ഇവയൊക്കെ സഞ്ചാരികൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നതാണ് സ്ഥലം. ഏതായാലും ചെറിയൊരു അനക്കം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നറിയാം. ഇപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമുക്ക് ഈ തടാകത്തിൻ്റെ തൊട്ടുകളെ കാണാം. സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാശ്മീരും അല്ലെ ശ്രീനഗറും കണ്ട വ്യക്തികളാണ് മലയാളികൾ. ഇത്ര തിരക്ക് കുറഞ്ഞ ഒരു നഗരം ശ്രീനഗറിൻ്റെ സായാഹ്നം ഞാനും എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല. നിരവധി തവണ ശ്രീനഗറിലെത്തിയ വ്യക്തി കൂടിയാണ് ഞാൻ. ഇത്രയും തിരക്ക് കുറഞ്ഞ ഒരു നഗര കേന്ദ്രം, അതായത് ഇന്ത്യയിൽ തന്നെ, രാജ്യത്തിന് പുറത്തേക്ക് തന്നെ ഒരു അത്ഭുതമായ ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു നിരാശരായ ആൾക്കാരുടെ മുഖങ്ങളും അതുപോലെ ഇപ്പോൾ നമുക്ക് കൊടുക്കുന്നത് ഈ സ്വദേശിയായ ആൾക്കാരുകൾ ഇതിലേക്കുന്ന വിദേശികളെ കാണാൻ വളരെ വിഷമം തന്നെ എന്ന് വേണം. അതാണ് താൽക്കാലിക സാധാരണ വിദേശികളെ, അതായത് ഇന്ത്യൻ ടൂറിസ്റ്റുകളെ പോലെ തന്നെ വിദേശികളുമുണ്ടാകും. ഇപ്പോൾ വിദേശികൾ ആരും തന്നെ ഇല്ല. ട്രാവൽ അഡ്വൈസറി വിദേശികൾ അനൗദ്യോഗികമായി ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ലഭിക്കുന്ന പ്രധാന ഒരു വിവരം എന്നാൽ ശ്രീനഗർ പതിയെ സാധാരണ നിലയിലേക്ക് വരുന്നു എന്ന് പറയാം. എന്നാലും ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ അഭാവം വളരെ വ്യക്തമാണ്. ശ്രീനഗറിലെ ദാൽ ലേക്ക് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രീനഗറിലെ മറ്റു ഭാഗങ്ങളും ഹോട്ടലും കാര്യങ്ങളൊക്കെ വേക്കൻ്റ് ആണ്. കാരണം ആൾക്കാർ പഹൽഗാം അതേപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ കഴിഞ്ഞ 2 ദിവസങ്ങളായി ശ്രീനഗറിൽ എത്തിയിരുന്നു. അത്തരമൊരു റഷ് ഇവിടെയായിരുന്നു. അവരിൽ 80% പേരും അവർ തിരിച്ചു പോയി കഴിഞ്ഞു. അതോടുകൂടിയിട്ട് ശ്രീനഗറിനെ സംബന്ധിച്ചിടത്തോളം ടൂറിസം മാത്രം ഏറ്റവും കൂടുതൽ സമയം, അതായത് ഗവൺമെൻറ് സിൽക്കാരിയുടെ ഗവൺമെൻറ് റേറ്റ് 786 രൂപയാണ്. 800ഉം 1000ഉം സർക്കാർ ഇപ്പോൾ അവർ 400 രൂപ വരെ അവർ കുറച്ചിരിക്കുകയാണ്. എന്നാൽ പോലും ആളുകളില്ലാത്തൊരു അവസ്ഥയാണ് എന്ന് തന്നെയാണ് നമ്മളോട് ഇവർ പറഞ്ഞിരിക്കുന്നത്. വ്യക്തമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു സൂചന എന്ന് പറഞ്ഞാൽ പിന്നിൽ ശ്രീനഗറിലെ ടൂറിസത്തെ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടൂറിസം വരുന്ന, കാരണം ശ്രീനഗർ ഉറപ്പായും ആ സീസണെ കാര്യമായ രീതിയിൽ ബാധിച്ചിരിക്കുന്നു. ശരത്ലാൽ, ഒരു കാര്യം കൂടി അറിയേണ്ടതുണ്ട്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കുള്ള കശ്മീരി ഭീകരരുടെ വീടുകൾ സ്ഫോടനത്തിൽ തകർന്നിട്ടുണ്ടല്ലോ. സ്ഫോടനമുണ്ടായത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്കിടെയാണല്ലോ. അപ്പോൾ ഇതിലിപ്പോൾ ഈ ആസിഫ് ഷെയ്ഖിന്റെ അമ്മയുടെ ഉൾപ്പെടെ പ്രതികരണം ശരത്ലാൽ പങ്കുവച്ചത് പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞു ഇതിനോടകം തന്നെ. എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ആ നാടൊന്നാകെ ഈ ആഷിഖിനെതിരെ നിലപാടെടുക്കുകയാണ് അല്ലേ? സ്വാഭാവികമായിട്ടും 2 തീവ്രവാദികളെ, ലഷ്കർ-ഇ തോയ്ബയുടെ 2 തീവ്രവാദികളുടെ വീടുകളാണ് ഇന്നലെ പുലർച്ചയോട് കൂടിയിട്ട് ബോംബ് സ്ഫോടനം തകർന്നത്. അവരുടെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്നതാണ്. അവരെയൊക്കെ പോലീസ് ഒഴിപ്പിക്കുകയും സമീപ പ്രദേശത്തുള്ള, അതായത് 100 മീറ്റർ അകലെയുള്ള എല്ലാം ഇവിടെ അറിയാം, കാശ്മീരിൻ്റെ പിന്നിൽ അറിയാം, കാശ്മീരിലെ വീടുകൾ അടുത്തടുത്താണ്. നമ്മളെപ്പോലെ വീടുകളിലെ ഗ്യാപ്പില്ല, അടുത്തടുത്താണ്. ആ പ്രദേശത്ത് 100 മീറ്റർ അകലെയുള്ള മുഴുവൻ ആൾക്കാരെയും ഒഴിപ്പിക്കുകയും അതിനുശേഷം മാത്രമാണ് ചെയ്തത്.
എന്നാൽ അവരെ ഉദാഹരണമായിട്ട് ആദിൽ ഖത്തറുടെ അമ്മ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഈ സമയത്ത് തൻ്റെ വീടിലെ സുരക്ഷാ സൈനികർ ബോംബ് വെച്ച് തകർക്കുകയായിരുന്നു. അവർ നമ്മളോട് വ്യക്തതയോടെ പറഞ്ഞിട്ടുണ്ട്. അയൽവാസികളും അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആഷിഖ് ഷായുടെ വസതിയിലെ ആൾക്കാർ നമ്മളോട് ബന്ധുക്കൾ സംസാരിക്കാൻ തരില്ല. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനായി ആഷിഖ് ഷായുടെ അമ്മയും അതുപോലെ സഹോദരിമാരും അതുപോലെ തന്നെ രണ്ട് സഹോദരനും പോലീസ് കസ്റ്റഡിയിലാണ്. ഇതുവരെ അവരെ വിട്ടയച്ചില്ല. ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഏതായാലും ജമ്മു കാശ്മീർ പോലീസ് ആദ്യമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം നേരത്തെ ജമ്മു കാശ്മീർ CRPF ശക്തമായ നടപടികൾ അവിടെയുള്ള വിഭാഗങ്ങളുടെ സേനാ വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ശരത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ശരത്ത് കാശ്മീരിൽ തത്സമയം പങ്കുവച്ചിട്ടുള്ളത്. ദാൽ തടാകക്കരയിൽ അശാന്തിയുടെ നിലവിളികൾ തുടരുന്നുണ്ട്. അവിടെ സമാധാനം പുലരുന്നതിന് വേണ്ടിയുള്ള നിതാന്ത പരിശ്രമത്തിലാണ് ഇന്ത്യൻ സൈന്യവും ജമ്മു കാശ്മീർ പോലീസും ഉൾപ്പെടെയുള്ള സേനാ വിഭാഗങ്ങൾ.